ഗൈസ്, എല്ലാവർക്കും vlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു മാമനെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്, ഞാൻ ഈ അടുത്തൊരു GoPro എടുക്കുകയുണ്ടായി. GoPro Hero 10. അത് നിങ്ങളോട് ഷെയർ ചെയ്താണ് എൻ്റെ കാര്യങ്ങൾ നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവവും അത് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ ഗാഡ്ജറ്റാണ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ നമ്മുടെ GoPro Hero 10 കാണാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ പുതിയൊരു യൂട്യൂബർക്ക് എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളെന്നൊക്കെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ GoPro Hero 10. അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തൊരു എക്സ്റ്റേണൽ മൈക്ക് എന്തായാലും വേണം, അതായത് വയർലെസ് ആയിട്ടുള്ള ഒരു മൈക്ക് എന്തായാലും വേണം, നമ്മൾ യൂസ് ചെയ്യണം. അപ്പം അത് സ്വാഭാവികമായിട്ടും ഞാനൊരു പുതിയ ക്രിയേറ്ററാണ്, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു റോഡിൻ്റെ ഒരു ബോയുടെ മൈക്ക് മേടിക്കുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് വഴി അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊന്ന് GoPro ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് സ്വഭാവമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ GoPro ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരും അതിനെക്കുറിച്ച് അറിവില്ലാതെ എടുക്കുന്നവർക്കും ചിലപ്പം ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ട് തോന്നും. എന്നാലും ഞാൻ പറയാം ഞാൻ എന്താണ് ഇതിനകത്ത് എനിക്ക് സംഭവിച്ചതെന്നൊക്കെ. അപ്പം GoPro എടുത്തപ്പം സ്വഭാവമായിട്ട് എനിക്കൊരു എക്സ്റ്റേണൽ മൈക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിന് നമ്മൾ റോഡിൻ്റെ വയർലെസ് GoTo മൈക്കാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴിയാണെന്ന് ഞാൻ പറഞ്ഞു. ബ്ലൂടൂത്ത് വഴി ആണെന്നാണ് എൻ്റെ വിചാരം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, നമ്മളിതിനകത്ത് കേബിൾ വഴിയാണ് ഈ ഒരു റോഡ് വയർലെസ്സിനകത്ത് കണക്ട് ചെയ്യേണ്ടത്. ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ബാറ്ററി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ പിന്ന് വരുന്നത്. ആ ഒരു പിന്നിലോട്ടാണ് ഈ റോഡിൻ്റെ ഇത് വയർലെസ് മിക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ട് ചെയ്താൽ മാത്രം പോരെ, നമ്മളിവിടെ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും GoProയിൽ കാണിച്ചു തരാം. GoProയിൽ ഇല്ല അല്ലല്ലോ. ഹോൾഡ് ചെയ്ത് വെക്കാൻ ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ നമുക്ക് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പ്രശ്നം, നമുക്ക് ഇതിനകത്ത് ഇത് കണക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തതാണ് മീഡിയ മോഡെന്ന് ഇതിന് പറയും. ഇത് ഉലാൻസിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ GoProയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, ഒറിജിനലാണത്. അതിന് ഏകദേശം ഉലാൻസിയേക്കാളും ഇരട്ടി വിലയാണ്. പക്ഷേ ഇത് കുറച്ച് ഹാഫ് പ്രൈസാണ്. GoProയുടെ ഒറിജിനൽ GoPro കമ്പനി ഇറക്കുന്ന അതിൻ്റെക്കാളും ഒരു ഹാഫ് പ്രൈസാണ് ഉലാൻസിയുടെ. ഇത് മെറ്റൽ ബോഡിയാണ്. അപ്പോൾ ഇത് മീഡിയ മോഡെന്ന് പറയും. ഇച്ചിരി അത്യാവശ്യം വെയിറ്റുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ, ഈ റോഡ് വയർലെസ് ഇതിനകത്ത് ഈ GoProയിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു മീഡിയ മോഡെന്ന് പറഞ്ഞ ഉലാൻസിയുടെ മീഡിയ മോഡെന്ന് പറഞ്ഞ സാധനം ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ കറക്റ്റ് പ്രൈസ് എനിക്കറിയില്ല, ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസ് എനിക്കറിയില്ല, വേറെ ഒരു സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. മീൻസ് ഈ ഒരു ഗാഡ്ജറ്റുമായിട്ട് ഈ ഒരു എന്താ പറയുക ഇതുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ബാറ്ററിയുടെ ഈ ചാർജിങ് പോയിൻ്റും ഈ ഒരു ലെയറുണ്ട്, ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിങ്ങനെ ഓപ്പൺ ചെയ്തു നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതാണ് ബാറ്ററി, ബ്ലൂ കളർ കാണുന്നത്. ഇവിടെ ചാർജിങ് പോർട്ടും നമ്മുടെ മിക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇതിങ്ങനെ ഊരി മാറ്റാം, ഈസിയാണ്. ഇതിങ്ങനെ ഊരി മാറ്റി ഇങ്ങനെ എടുക്കാം. മാറ്റി എടുത്തിട്ട് നമ്മുടെ ഉലാൻസിയുടെ ഇതുണ്ട്, ഈ മീഡിയ മോഡ്, ഇത് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ വരും, ഉണ്ടല്ലോ. ഫിക്സ് ചെയ്ത ശേഷം അതിൻ്റെ തന്നെ ഒരു പാർട്സ് ഉണ്ട്. അത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ബാറ്ററി തള്ളിയിരിക്കുന്ന ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും. ഈ ഒരു പാർട്സ് ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോർട്ട്, ഈ ഒരു ഭാഗം സ്പേസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനൊരു പ്രൊട്ടക്ടർ, ഇങ്ങനൊരു ഗാഡ്ജറ്റ്സ് വരുമ്പോൾ ഉണ്ടല്ലോ. ഇതുണ്ടെങ്കിലേ നമുക്ക് സത്യമായിട്ടും നമുക്ക് വ്ളോഗിങ് പറ്റുള്ളൂ. എക്സ്റ്റേണൽ മിക്ക് വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയ മോഡ് ഇല്ലാതെ പറ്റില്ല. നിങ്ങൾ GoPro മാത്രം മേടിച്ചിട്ട് കാര്യമില്ല. മേടിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി, ഈ ഒരു മീഡിയ മോഡ് കൂടി മേടിക്കണം. ഉലാൻസിയോ GoPro നിങ്ങളുടെ സാമ്പത്തിക വെച്ചുള്ള കാര്യങ്ങൾ മേടിക്കുക. അപ്പോൾ നമുക്ക് മിക്കിനകത്ത് സുഖമായിട്ട് കണക്ട് ചെയ്യാം. അതിനകത്ത് ഒരുപാട് കണക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കണ്ട ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിയാത്തവരാണെങ്കിൽ GoPro മാത്രം പെട്ടെന്ന് ചാടിക്കയറി എടുക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മീഡിയ മോഡെന്ന് പറഞ്ഞ സാധനം കൂടി എടുത്തേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക്
വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോയിൻറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ. അത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഈ ഒരു ഗിംബലിലൊക്കെ ഇതിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതൊക്കെ ഈ മീഡിയ മോഡിൽ തന്നെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്, അതൊന്നും പേടിക്കണ്ട. അപ്പം ഇതിനെപ്പറ്റി ഇത്രയുമാണ്. ഇനി ഇതിനകത്ത് ഗോപ്രോയിൽ വീഡിയോ ചെയ്തപ്പം, അതായത് നമ്മൾ എക്സ്റ്റേണൽ മിക്കില്ലാതെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്ന അനുഭവങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയതായിട്ട് AC റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ AC റൺ നിങ്ങൾക്കറിയാലോ, മൈന്യൂട്ടായിട്ടുള്ള ഭയങ്കര സൗണ്ടാണ്. ആ സൗണ്ട് വരെ നമ്മൾ എക്സ്റ്റേണൽ മിക്കില്ലാതെ ചെയ്യുമ്പോൾ പിടിച്ചെടുക്കുന്നുണ്ട്, ഗോപ്രോ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഔട്ട്ഡോർ ചെയ്യുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ, നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പം എക്സ്റ്റേണൽ മിക്ക് ഉറപ്പായിട്ടും മേടിക്കണം. പിന്നെ നേരിട്ട പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ്. ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മാക്സിമം നമുക്ക് കണ്ടിന്യൂ വീഡിയോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഗോപ്രോയുടെ വിശേഷങ്ങളും അനുഭവങ്ങളും. ഗോപ്രോ എടുക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ് കൂടി ഉറപ്പായിട്ട് എടുക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.